ഹലോ. ആ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടുകാർക്ക് ഇത്ര കണ്ണുകടി എന്താണ്? ഇടേ, എന്റെ സ്വന്തം ഭാര്യയുടെ പ്രസവം ഞാൻ നേരിട്ട് കാണുന്നതിൽ ഈ നാട്ടുകാർക്ക് എന്താണ് കുഴപ്പം? ഞാൻ ആരെങ്കിലും അടുക്കളയിൽ വന്ന് എത്തി നോക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തോന്ന്? എന്തോന്ന് അപ്പച്ചിയാ? വയനാട്ടിലെ അപ്പച്ചി ആശുപത്രി വരുന്നെന്നാ? അവരെ ഞഞ്ഞാവിഞ്ഞ വർത്താനം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മറന്നു അവരെടുത്ത് പറഞ്ഞേക്കണം. എന്റെ ഇഷ്ടമാണ് ഞാൻ കാണിക്കുന്നത്. വയനാട്ടിൽ അപ്പച്ചി പറഞ്ഞ് നടക്കണ കാര്യം എന്റെ ഇത് ഏത് നാട്ടിൽ നടക്കും? എന്റെ മരുമോന് പ്രസവം നേരിട്ട് കാണണോന്ന്. എവന്റെ ആദ്യ പ്രസവം കൊല്ലത്ത് ജില്ലാ ആശുപത്രിയില്, രണ്ടാമത്തെ പ്രസവം കോട്ടയത്ത് ജില്ലാ ആശുപത്രിയില്, മൂന്നാമത്തെ പ്രസവം തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയില്. ഇത് പ്രസവമല്ല, ജില്ലാ പ്രസവ പ്രകടന ജാഥ. പിന്നെ എന്തോന്ന് ഇങ്ങനെ കുടുംബത്തിൽ നടക്കോ പ്രസവം നേരിട്ട് കാണണമെന്ന്? എടാ മനോജ്, നമ്മളെ കുടുംബത്തിൽ ഇങ്ങനെ ആര് നടക്കൂടാ? ഈ മുടങ്ങി നടത്ത അപ്പച്ചി മാത്രമേ നടക്കൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ പ്രസവിക്കാൻ വേണ്ടി ആ പെണ്ണകത്ത് കിടക്കുമ്പോ നേരിട്ട് കാണാമെന്ന് നിൽക്കുന്നത് അപ്പച്ചിക്ക് തെണ്ണ. അപ്പച്ചിക്ക് എണ്ണ ഉണ്ടെങ്കിൽ മീൻ പൊരിക്കേ നെയ്യപ്പം പൊരിക്കേ ചെയ്യ്. അതെന്തൊരു കോമഡിയാടാ? തെന്നെന്ന് പറഞ്ഞപ്പോ എണ്ണ എന്നുള്ള കോമഡി പറയാൻ നിനക്ക് ഈ ഊർജ്ജം എവിടുന്ന് കിട്ടിയടാ? തെറ്റിപ്പ് കോമഡി നിനക്ക് ഇത് എവിടുന്ന് കിട്ടിയടാ? അപ്പച്ചി, ഞാൻ തൊഴുവാ. ഇതൊരു ആശുപത്രിയാണ്. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ബഹളം ഉണ്ടാക്കരുതെന്ന് നീ കൂടുതലൊന്നും സംസാരിക്കരുത്. പണ്ടൊക്കെ ഒരു പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞാൽ നൂലുകെട്ട് കഴിയണം ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ കാണാൻ. ഒന്ന് സംസാരിക്കാൻ പോലുള്ള സമയം പോലും ആരും കൊടുക്കത്തില്ല, അറിയാമോ? അത് അപ്പച്ചി പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോഴാണ് ശകലം ഒന്ന് അവളോട് സംസാരിച്ചത്. വർഷം ഇത്രയും കഴിഞ്ഞ് അവൾ വാതിൽ കയറിയതിനു ശേഷമാണ് ഞാൻ ശകലം എങ്കിലും സംസാരിച്ച് തുടങ്ങിയത് അവളടുത്ത്. ഈ പ്രസവോടെ കൂടി നിനക്ക് ഇത് എത്രാമത്തെ മക്കളെടാ? 4ാമത്തെ കൊച്ചാ. ചെറുതായിട്ട് സംസാരിച്ചപ്പോ 4 മക്കള്. അപ്പൊ നീ കാര്യമായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ മനോജെ, ഇത് വലിയ പ്രവണതയാണ്, വലിയ പ്രവണതയാണ്. അപ്പച്ചി, ഞാൻ തൊഴുവാ. ഇവിടെ ബഹളം ഉണ്ടാക്കരുത്. അകത്ത് തീയത്തിൽ എന്റെ പെണ്ണിരുന്ന് കരയുവാണ്, അറിയാമോ? ഞാൻ പെട്ടടാ 2, നിന്റെ കുഞ്ഞുമ്മ പെട്ടടാ 2, നിന്റെ അപ്പച്ചിമാര് പെട്ടടാ 1, 2, 3. പക്ഷെ ഈ പരിപാടി നമ്മൾ ചെയ്തിട്ടില്ല. പ്രസവിക്കാൻ വന്നാ പ്രസവ പാർട്ടി കിടക്കണം, അല്ലാതെ തിയേറ്ററിൽ പോയിരുന്ന് സിനിമ കണ്ട് കരഞ്ഞോണ്ടിരിക്കരുത്. അയ്യോ, അതല്ല, വേദന എടുത്ത് കരയുവാ നമ്മള്. ഇതാ വേദനയുടെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം പറയാം. കൂടിയ ആശുപത്രിയാണ്, ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ രാഘവൻ മാമന്റെ മോക്ക് പറ്റിയതൊക്കെ പറ്റും. രാഘവൻ മാമന്റെ മോക്ക് എന്ത് പറ്റി? ഒരു കുഞ്ഞിന്റെ പ്രസവത്തിന് 2 സിസേറിയൻ. അങ്ങനെ വരാൻ വഴിയില്ല. ഉണ്ടടാ, അങ്ങനെ ഒരു കുഞ്ഞിന് ഒരു സിസേറിയൻ. കുഞ്ഞിന് വേണ്ടി ഒരു സിസേറിയൻ. ഡോക്ടർ മറന്നു വെച്ച കത്തി എടുക്കാൻ 2ാമത്തെ സിസേറിയൻ. അങ്ങനെ 2 സിസേറിയൻ. പിന്നെ കൊച്ചിനുള്ള പ്രസവ രക്ഷാ സുരക്ഷ കിടത്താടാ. അതിന് എന്റെ പെണ്ണുവിട്ടൊന്നും വിയർക്കൊന്നും വേണ്ട. എന്റെ മാമൻ പോയിട്ടുണ്ട്, മാമൻ മേടിച്ചോണ്ട് വരും സർട്ടിഫിക്കറ്റ്. ഏത് മാമൻ? എന്റെ മാമനെ. അവനാണ് ഇതിനെല്ലാം കാരണം, നേരിട്ട് കാണിക്കാൻ വേണ്ടി നിൽക്കുന്നത്. എന്റെ പൊന്നെ, എന്തൊരു തിരക്കടാ മാമ. സർട്ടിഫിക്കറ്റ് കിട്ടിയാ? എടാ, അവിടെ ഭയങ്കര തിരക്കല്ലേ? രാവിലെ മുട്ടയും ബ്രെഡും കൊടുത്തപ്പോ ഇത്രയും തിരക്കില്ലായിരുന്നു, അതിനെക്കാട്ടി തിരക്കടാ. സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ? സർട്ടിഫിക്കറ്റ് ഇത് എന്തിനുള്ള സർട്ടിഫിക്കറ്റ് ആണത്? ഇത് പ്രസവ രക്ഷാ സർട്ടിഫിക്കറ്റ് ആണ്. പ്രസവ രക്ഷാ സർട്ടിഫിക്കറ്റ്. ആർക്കാണത്? അത് എന്റെ പെണ്ണിന്റെ. അങ്ങനെയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് അല്ലേ വേണ്ടത്? പിന്നെ നിനക്കൊരു പാസ്പോർട്ട് എടുത്താ പോരെ? അതിന് അവളുടെ രക്ഷയ്ക്ക് അതാണ് അത്യാവശ്യം. എടാ, നീ അല്ലെങ്കിൽ വർഷം ഇവിടെ വന്ന് കിടന്ന് കറങ്ങും എന്നിട്ട് ഓട്ടിക്കാൻ വേണ്ടിട്ട്. മാമ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ? മനോജ, ഇതേതാ പുതിയ പേഷൻ പൂച്ച? വയനാട് അപ്പച്ചി. വയനാട് അപ്പച്ചി. പേരെങ്ങനെ വരും? പേരെങ്ങനെ വന്നെന്ന് കഴിഞ്ഞാൽ വന്നത് പേരായിട്ട് കൊണ്ടു കിടക്കുന്നു, അല്ലാതെ വേറൊന്നും വരൂല. ഇതായിരുന്നു പറഞ്ഞത്? എന്റെ മാമനാണ്, ശീതള മാമൻ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണാവോ? പെണ്ണ് വീട്ടിൽ മുതിർന്ന ഒരു നാഥൻ ഞാൻ, ആണ് വീട്ടിലുള്ള ഒരു നാഥൻ നിങ്ങൾ ആണല്ലോ. അതുകൊണ്ട് ഇവന്റെ ഈ കോപ്രായത്തിൽ നിങ്ങൾ കൂടെ നിൽക്കാമോ? പ്രസവം നേരിട്ട് കാണണമെന്നേ. ഹേ, ഇവ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവെന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം കാണിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവൻ എന്താ കാണിച്ചേ? കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ വീട്ടിൽ കൊണ്ടങ്ങനെ ആക്കി. ഇത്രയും നാൾ ഞാൻ നോക്കി, നല്ല പുഴുക്കലരി കഞ്ഞിയിൽ ഇഞ്ചിയും ചേർത്ത് ചെറുകുള്ളിയും ചേർത്ത് കലക്കി ഒരു മിശ്രിതം കൊടുത്തു. അതിന്റെ ഫലമായി ഇപ്പൊ അവൾ അകത്ത് കിടക്കുന്നേ. മനോജ, നീ എന്തിനാണ് ആ വീട്ടിൽ പോയി ഇത്രയും നാൾ നിന്നത്? എന്തിനു നീ ആ വീട്ടിൽ പോയത്? ആണുങ്ങളെ വില കളയാൻ വേണ്ടി. സംസാരിക്കുന്ന അവർ ഈ പൊടിയേരി കഞ്ഞിയിൽ ഉള്ളിയും ഉലുവയും കൂടി ഇട്ട് ഒരു മിശ്രിതം കൊടുത്തോണ്ടല്ലേ ആ പെണ്ണ് ഇതിനകത്തായത്. അല്ലെങ്കിൽ നിനക്ക് എന്ത്, നീ ആണുങ്ങളെ വില കളയാൻ വേണ്ടി എന്തിനാണ് നീ പോയിരുന്നത്? അല്ല മാമ പറയുന്നത്. നിനക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല, മനസ്സിലായില്ലേ? ആ മിശ്രിതം ഒന്ന് എനിക്കൂടെ തരണേ. 1-2 പരിപാടികളുണ്ട്. മിശ്രിതം ഔഷധ കഞ്ഞിയാണെന്ന്. അത് ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ, പണ്ട് കാലത്ത് അങ്ങനെയല്ല. ഞങ്ങളുടെ കുടുംബത്തില് എന്റെ അപ്പച്ചി
നെല്ലു കൊയ്തതിന് ശേഷമാണ് മൂത്ത മകൻ ഷിബുവിനെ പ്രസവിച്ചത്. നെല്ലു കുത്തിയതിന് ശേഷമാണ് രണ്ടാമത്തെ കണ്ണനെ പ്രസവിച്ചത്. തുണി കഴുകിയതിന് ശേഷമാണ് മൂത്താമത്തെ ബിനുവിനെ പ്രസവിച്ചത്. പക്ഷെ നമ്മുടെ തറവാട്ടിലൊന്നും അങ്ങനെയല്ല. എങ്ങനെയാ? നമ്മുടെ തറവാട്ടിലെ പെണ്ണുങ്ങളെല്ലാം കല്യാണം കഴിഞ്ഞ ശേഷമാണ് പ്രസവിച്ചത്. തർക്കുത്തരം പറയരുത്. അവന്റെ ഭാഗത്ത് എന്താണ് തെറ്റ്? അവന്റെ ആഗ്രഹങ്ങളില്ലേ? നിങ്ങളൊരു മുതിർന്ന ആളല്ലേ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എടാ, അവര് പറയുന്നതിലും കാര്യമില്ലാതില്ല. എന്തോന്ന് കാര്യം? നമ്മള് കുടുംബക്കാരെല്ലാം കൂടെ തൃശ്ശൂർ പൂരം കാണാൻ പോകൂലേ? ഓ, കുട വിരിയുന്ന കാണാൻ നല്ല ചന്തമാണ് ചന്തമുണ്ട് എന്ന് വിചാരിച്ച് കമ്പപ്പരെ പോയി എത്തി നോക്കാൻ പറ്റുമോ? അതല്ലേ സംഭവം. സിറ്റുവേഷൻ മനസ്സിലാക്കണം നീ. മാമ ഇവിടെ കൊച്ചിന് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിലേ പേര് പറഞ്ഞു കൊടുക്കണം നമ്മള്. സംഭവം പേര് നിന്റെ മനസ്സിലേതെങ്കിലും ഉണ്ടോ? മനസ്സിൽ വരുന്ന പേരെന്ന് പറഞ്ഞാൽ എന്റെ മോന്റെ പേര് കേൾക്കുമ്പോ ഒന്ന് ഞെട്ടണം, ഒന്ന് കൊതിയും തോന്നണം. അങ്ങനെ എനിക്ക് ഞെട്ടിക്കൽ ബിരിയാണി നിറ. ഞെട്ടിക്കൽ ബിരിയാണി എന്നാ കൊച്ചിന്റെ പേര്. ഞെട്ടുകയും ചെയ്യും, കൊതി തോന്നുകയും ചെയ്യും. ഇവര് സംസാരം കേട്ടാ, അവര് സംസാരം കേട്ടാ. ഞെട്ടിക്കൽ ബിരിയാണി എന്ന് കൊച്ചിന്റെ പേര്. അവന് ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ കാണൂലേ? നിങ്ങൾ ഇതിന്റെ ഇടയിൽ കയറി ഇടപെടുന്നുണ്ട്. അവർ ഫാമിലി അല്ലേ? നിന്റെ മനസ്സിലൊരു പേരുണ്ട് ഏതെങ്കിലും കൊച്ചിനെ പറ്റി? എന്റെ മനസ്സിലൊരു പേരുണ്ടോ? കൊച്ചുമണി. കൊച്ചുമണി. ആ, എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നെ പോലല്ല എല്ലാരും ഒന്ന് ആദ്യം മനസ്സിലാക്കണം. നീ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിന് കൊച്ചുമണി എന്ന് പേരിടാ. അല്ല പിന്നെ എടാ, ഈ കൊച്ചു വളരും. നാളെ ഈ ചെറുക്കൻ ചാടിക്ക മരത്തിന്റെ മണ്ടയിലും മുകളിലൊക്കെ കയറുമ്പോ നാട്ടുകാർ നടക്കുന്ന സമയത്ത് പറയടാ കൊച്ചുമണി എന്ന് വിളിക്കുമ്പോ ഇവനാണ് നാണക്കേട്. അതിന്റെ ഫീൽ എനിക്കറിയാം. മനസ്സിലായില്ലേ? അങ്ങനെയൊന്നും പേരില്ല. കൊച്ചിനൊക്കെ നല്ലൊരു പേരിടണം. നല്ലൊരു പേരിടണം. എല്ലാരും പേരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാണ് കേക്കട്ടെ. സുഖിയൻ എന്ന് വല്ലതും ഇട്ടാലോ? ഇതൊക്കെയാണോ പേരുകള്? മാമ, എനിക്ക് സമയമില്ല. 10:30 ഡെലിവറി നടക്കുന്നത്. അപ്പൊ എനിക്ക് പോയി കാണാം. ഞാൻ പോയി കണ്ടിട്ട് എങ്ങനെ പ്രസവം നേരിട്ട് കാണാൻ വേണ്ടി ഇവിടെ നിന്നോ? ചിറങ്ങിയിരുന്ന് ചങ്കരമാമൻ വരുന്നുണ്ട്. സൈലൻസ്! എന്തുവാണ് അവിടെ കിടന്ന് ബഹളം? ഒരു ആശുപത്രിയാണെന്നുള്ള ചിന്ത വേണ്ടേ? ഒരു മാന്യത ഇല്ലാതെ. ചങ്കരം ചന്ദ്രമാമ എന്നെ ഒന്ന് മൂക്കി പിടിച്ച് കയറ്റു. ഇവിടെ കല്യാണത്തിന് ഒരു ആവശ്യത്തിന് ഒരു എങ്കിലും വന്നിട്ടില്ല, ഒരു കാര്യത്തിന് വന്നിട്ടില്ല. പിന്നെ അങ്ങനെ പിന്നെ ചന്ദ്രമാമൻ എനിക്ക് അങ്ങനെ കണ്ടുകൂടാ. എനിക്ക് ചങ്കരമാമന്റെ കൂടെ വലിയ തമ്പി വരും. വലിയ തമ്പിയാ. വലിയ തമ്പിയാ? തമ്പി അതാരായിട്ട് വരും? താഴെട്ടിട്ട് ഇമ്പി ഇടണം. ഞാൻ വിചാരിച്ച ഇമ്പി ഇട്ടിട്ട് താഴാന്ന്. അതാ ചോദിച്ചാ. ഹലോ ഹലോ ഹലോ, എന്തുവാടേ നിങ്ങൾ ഇങ്ങനെ നടന്ന് പെറു വെറുക്കുന്നത്? ഇതൊരു ആശുപത്രിയല്ലേ? അകത്ത് ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാരെ ഞങ്ങൾക്കൊരു എൻജോയ്മെന്റ് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉറക്കെ പറ. അങ്ങനെ അപ്പൊ ചങ്കരൻ തമ്പി മാമൻ വരും. ചങ്കരൻ തമ്പി മാമൻ വന്ന് ഇവിടെ വിഷയം ഉണ്ടാക്കും. ഒരു വിഷയം ഉണ്ടാക്കട്ടെ. ഞാൻ എന്റെ ഭാര്യയുടെ പ്രസവം നേരിട്ട് കാണാൻ തന്നെ പോകണം. ഈ സമയമായി. പോവരുത്, നേരിട്ട് കാണാൻ പോവരുത്. എന്റെ ചെറുക്കനാണോ? പോവരുത്, പോവരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വേണം. നീ പോവലെന്ന് പറയാ. പിന്നെ പോവാടാ. ഇനി പാടാ. ഈ കഴിഞ്ഞു പോവാ. ഈ കഴിഞ്ഞു പോയാ പോരെ? ഞാൻ പോയത് നിങ്ങൾക്ക് എന്താണ് പോവരുത്, ഞാൻ പോകരുത്, നിങ്ങൾ പോവരുത്, കാണാൻ പോവരുത്, പോവരുതെന്ന്. ഓരോരുത്തർ ആഗ്രഹത്തിന് തടസ്സം നിൽക്കാതിരിക്കേ. അതിന്റെ ആവശ്യം എന്തോന്ന്? അയ്യോ, എനിക്ക് കാണണ്ടേ, എനിക്ക് കാണണ്ടേ. പറ്റി എന്റെ ദേഹ തളരുന്നുണ്ടോടാ. എനിക്ക് കാണണ്ട, എന്റെ ശരീരം തളർന്നു. പ്രസവം നേരിട്ട് കാണാൻ പറ്റൂല. എനിക്ക് പേടിയാവുന്നേ. ഇതാണ് ആണുങ്ങള്. കാലിലൊരു മുട്ടുസൂചി കൊണ്ടാ മതി, എവരൊന്നും സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ പെണ്ണുങ്ങൾക്ക് അറിയാവൂ പെണ്ണുങ്ങളുടെ വേദനയും സ്നേഹവും എന്താണെന്ന്. എന്നിട്ട് അവന്മാരെ പോലുള്ളവർ നമ്മളെ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടോ? സുരക്ഷിതത്വം കൊടുക്കുന്നുണ്ടോ? സമാധാനം കൊടുക്കുന്നുണ്ടോ? നമ്മളെപ്പോലുള്ള സ്ത്രീകൾ ഈ ലോകത്തിന് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്, വിജയങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. നിന്നെപ്പോലുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ത്രീ ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചമേ ഇല്ല. തനിക്കിതിനെ കുറിച്ചൊന്നും പറയാനില്ലേ? ക്ലൈമാക്സ് വിസ്താരം വന്ന സ്ഥിതിക്ക് പിന്നെ അതിന്റെ മുകളിൽ എന്തോ ക്ലൈമാക്സ്?